ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു നിവിൻ പോളി ചിത്രം ബേബി ഗേൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ ബേബി ഗേൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ നിവിൻ പോളി ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിവിൻ പോളി, സംഗീത് പ്രദീപ്, ലിജോമോൾ ജോസ്, അഭിമന്യു തിലകൻ, ജാഫർ ഇടുക്കി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗരുഡൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. ബോബി സഞ്ജയ് ടീമിന്റെ മികച്ച സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയുണ്ടായിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ അടിപതർന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നിവിൻ പോളി ചിത്രം സർവമായ വൻ വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബേബി ഗേളിന് വിജയം തുടരാൻ സാധിക്കുന്നില്ല. രണ്ടാം ദിന ചിത്രം ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 78 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിനം ചിത്രത്തിന് വലിയ തരംഗങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാനും സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 1 കോടി രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 2 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച വലിയ തരംഗങ്ങളും വലിയ ചലനങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 1 കോടിക്കടുത്തുള്ള തുക മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം വൻ വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമോ എന്നറിയാൻ വേണ്ടി. അപ്പം നിവിൻ പോളി ചിത്രം ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.